പാകിസ്ഥാനിൽ വീണ്ടും വമ്പൻ സ്ഫോടനമുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റംദാൻ മാസത്തിൽ മാത്രം പാകിസ്ഥാനിൽ 73% ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പള്ളിയിലാണ് ഇത്തവണയും സ്ഫോടനമുണ്ടായിരിക്കുന്നത്. പള്ളിയിൽ ആരാധനാലയത്തിൽ അവിടെയുള്ള വിശ്വാസികൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പള്ളി അടക്കം പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പാകിസ്ഥാനിലെ പെഷവാറിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ, അതായത് ജുമാ നമസ്കാരത്തിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഖിസ ഖാനി ബസാറിലെ ജുമാ മസ്ജിദിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഈ ബോംബ് സ്ഫോടനത്തിൽ നിലവിൽ ഔദ്യോഗികമായി 5 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൽ 30 പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്ന റിപ്പോർട്ടുകളും മറ്റൊരു ഭാഗത്ത് പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണവിവരങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. നിലവിൽ പ്രാദേശിക ഭരണകൂടവും സുരക്ഷാ സേനയും പ്രദേശം വളഞ്ഞിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് ആ സമയം തന്നെ കൊണ്ടുപോയിരുന്നു. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പെഷവാർ ഇതിനു മുമ്പ് ഭീകരാക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് നിലവിൽ അന്വേഷണം നടത്തുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഫെബ്രുവരിയിൽ മാത്രം ഭീകരാക്രമണങ്ങൾ 73% വർദ്ധിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ വലിയ വർധനവ് ഉണ്ടെന്ന് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഫെബ്രുവരിയിൽ ഭീകരാക്രമണങ്ങളിൽ 73% വർധനവുണ്ടായി. ഈ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബലൂചിസ്ഥാനെയാണ് എന്നും മനസ്സിലാകുന്നു. അവിടെ തീവ്രവാദ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ബലൂചിസ്ഥാനിൽ അടുത്തിടെ ഉണ്ടായ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്ക് സംഭവത്തെക്കാൾ അപകടകരമായ ഒരു സാഹചര്യം ഇതുവരെ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല. അത്ര ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് പാകിസ്ഥാനിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തു വന്നിരുന്നു. അതായത് ജനങ്ങൾ സന്തോഷിക്കുന്ന സൂചിക. ഇതിൽ ഇന്ത്യക്ക് 118ാമത്തെ സ്ഥാനമുള്ളപ്പോൾ പാകിസ്ഥാന് അതിനു മുകളിലുള്ള സ്ഥാനമാണ് എന്നുള്ളതാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഓരോ ബോംബ് സ്ഫോടനങ്ങളെങ്കിലും ഓരോ പള്ളിയിലും പാകിസ്ഥാനിൽ നടക്കുന്നതാണോ അവിടെയുള്ള ജനങ്ങളുടെ സന്തോഷം എന്നുള്ള ചോദ്യമാണ് ഇതിലൂടെയൊക്കെ ഉയർന്നു വരുന്നത്. എന്തു തന്നെയായിരുന്നാലും പാകിസ്ഥാനിൽ റമദാൻ മാസത്തിൽ ഓരോ പള്ളികളായി ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും പെഷാവാർ മേഖലയിലും ബലൂചിസ്ഥാനിലും അടക്കം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ മാത്രം 73% ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് പാക് പട്ടാളം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.